നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 72-ാം വയസ്സിൽ കാണിച്ച ആ ധൈര്യം അത് കണ്ട ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ് ലോകം. മലയാളികൾ എന്നല്ല, മലയാളികൾക്കപ്പുറത്തേക്ക്, കേരളത്തിനപ്പുറത്തേക്കുള്ള നിരവധി ആളുകളിലേക്കാണ് 72 വയസ്സുകാരിയായ കോഴിക്കോട് സ്വദേശിയായ പ്രഭാവതി അമ്മയുടെ വീഡിയോ ഇപ്പോൾ വൈറലാകുന്നത്. സാധാരണഗതിയിൽ തിക്കും തിരക്കും ഒക്കെ ആകുന്ന സമയത്ത് റോഡിൽ സിഗ്നലൊക്കെ കാത്തു നിൽക്കാൻ മടിയാകുമ്പോഴും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടാകുമ്പോൾ ടൂ വീലേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാൽനട യാത്ര പോകുന്ന ആ ഒരു ഫുട്പാത്തിലേക്ക് വണ്ടി കയറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയാണ്. അത് നിയമപരമായി തെറ്റാണ്. അതിനെ ജനങ്ങൾക്ക് എതിർക്കണമെങ്കിൽ പോലും പലരും അതിനെ മടിച്ചു നിൽക്കുന്ന കാര്യമാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ വരുന്നു. ആ വീഡിയോയിൽ കാണിക്കുന്നത് ഇത്തരത്തിൽ നടപ്പാതയിലേക്ക് കയറി വരുന്ന ആളുകളെ പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി 72 വയസ്സ് പ്രായമുള്ള ഒരു അമ്മൂമ്മ അവിടെ നിന്നുകൊണ്ട് അതിനെ എതിർക്കുന്നതാണ്. ഈ വീഡിയോ വൈറലായതോടെ കോഴിക്കോട് കളക്ടർ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇതിനെ ഏറ്റെടുക്കുകയും സമൂഹ മാധ്യമങ്ങളോടെ പ്രതികരിക്കുകയും ചെയ്തു. ഗതാഗത വകുപ്പ് മന്ത്രി കെ.വി. ഗണേഷ് കുമാറിന്റെ മുൻപിലേക്ക് അടക്കം ഇത്തരമൊരു സംഭവം എത്തിച്ച ആ 72 വയസ്സുള്ള അമ്മയുടെ പ്രതികരണം എത്തിച്ച ഒരു ക്യാമറ കണ്ണുണ്ട്. അതിന് പിറകിലോ ഒരാളുണ്ട്. അഫ്ലു എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഇത്തരത്തിലൊരു വീഡിയോ പങ്കുവച്ചത്. ഇപ്പോൾ അഫ്ലുവിനെ തന്നെ മലയാളി വാർത്തയോട് സംസാരിക്കുകയാണ്. അതായത് എങ്ങനെയാണ് പ്രഭാവതി അമ്മയുടെ വീഡിയോ ചിത്രീകരിക്കാനുണ്ടായ സാഹചര്യം, അതേക്കുറിച്ചൊക്കെയാണ് അഫ്ലു ഇപ്പോൾ മലയാളി വാർത്തയോട് പ്രതികരിക്കുന്നത്. അഫ്ലുവിന്റെ വീഡിയോ ആണ് ഇപ്പോ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതായത് 24 മണിക്കൂറിന്റെ ഉള്ളിൽ 26 മില്യണിലടക്കം ആളുകൾ കണ്ടു കഴിഞ്ഞു. അപ്പോ നമ്മളെ ഇത്രയും വ്യൂവേഴ്സ് കിട്ടി എന്നതിനേക്കാൾ ഉപരി ഒരു 72 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു അമ്മയുടെ ഒരു ധൈര്യം, പൊതുജനങ്ങൾക്ക് ഇങ്ങനെയും പെരുമാറാം അല്ലെങ്കിൽ പ്രതികരിക്കാം എന്നുള്ളൊരു രീതിയിലൊക്കെയാണല്ലോ ഈ വീഡിയോ വൈറലാകുന്നത്. എങ്ങനെയായിരുന്നു ഈ ഒരു വീഡിയോ എടുക്കാൻ തോന്നിയത്? ശരിക്കും പറയാ, ഞാൻ ആ ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോ ബൈക്കുകൾ ഇങ്ങനെ നമ്മളെ ബാക്കിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഒരു പേടി പോലെ തോന്നിയപ്പോ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. പെട്ടെന്ന് ബൈക്ക് വന്നിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഫുട്പാത്തിൽ നിന്ന് അങ്ങനെ ബൈക്ക് വരും എന്നുള്ളത്. അപ്പൊ അത് ഞാൻ അത്യാവശ്യം വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അതൊന്ന് വീഡിയോ എടുത്തിട്ട് ചുമ്മാ സ്റ്റോറി എങ്കിലും വെക്കാന്നുള്ള രീതിയിൽ എടുക്കായിരുന്നു. അപ്പൊ ആ സമയത്താണ് പ്രഭാവതി അമ്മ വന്നിട്ട് വീഡിയോ മൊത്തം കത്തിച്ചത്. അവരുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഞാൻ അവരിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് എടുക്കുകയാണ് ഉണ്ടായത്. പക്ഷെ അത് ശരിക്കും എടുത്തത് 10-ാം തീയതിയാണ്, ഫെബ്രുവരി 10-ാം തീയതി ഉച്ചക്ക് ആണ് എടുത്തത്. പിന്നെ ഇന്നലെ വൈകുന്നേരം അത് പോസ്റ്റ് ചെയ്തായിരുന്നു. പോസ്റ്റ് ചെയ്തപ്പോ തന്നെ വൻ റീച്ച് ആയിരുന്നു. പലരും കമന്റ് അടിക്കുന്നു, കേരള പോലീസിന്റെ ഡിജിറ്റൽ ടീം വിളിക്കുന്നു, പിന്നെ പലരും എനിക്ക് മെസ്സേജ് അയക്കാണ്. ഇന്നിപ്പോ ഫുള്ള് തമിഴ്നാട്ടിൽ നിന്നും പുറത്തുള്ള മീഡിയ ചാനലുകളിലുള്ള ആൾക്കാരൊക്കെയാണ് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അവരുടെ ഒരു പവർ എന്നിലൂടെ കാണിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ ഇപ്പൊ ഗതാഗത മന്ത്രി നേരിട്ട് ഈ വീഡിയോന്റെ ഭാഗമായിട്ട് ഒരു അഭിനന്ദനമൊക്കെ അർപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അത് കണ്ടായിരുന്നു? അതിന്റെ വീഡിയോ കണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനൽ, ഏതൊരു ചാനലില് പിന്നെ ഇത് കണ്ടായിരുന്നു അവര് സംസാരിക്കുന്നു. അപ്പൊ എന്ത് തോന്നുന്നു ആ അമ്മയുടെ ഒരു ധൈര്യമൊക്കെ കാണുമ്പോ? എന്ത് പറയാ, നമുക്കൊന്നും ചെയ്യാനാവാത്ത, ഞാൻ അവിടെ ഉണ്ടായിട്ട് പോലും എനിക്ക് ചെയ്യാനാവാത്തതിലും ഒരുപാട് വലിയ കാര്യമാണ് അവർ ചെയ്തത്. കാണുമ്പോ തന്നെ നമുക്കൊരു എന്താ പറയാ, ഒന്നും പറയാൻ കിട്ടുന്നില്ല. സന്തോഷം, ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാല് ഞാനെടുത്ത വീഡിയോ ഇത്രയും വലിയൊരു വൈറലാവുകയും എല്ലാവരും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം. അതിന് നമുക്ക് പിന്നെ അവസരം ഒരുക്കി തന്ന ആ അമ്മക്ക് എന്റെ 1000 ആശംസകൾ. ഈ ഒരു പവർ ജീവിതകാലം മുഴുവൻ ഉണ്ടാട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ അവരെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഇന്ന്. അതുപോലെ തന്നെ ഇപ്പോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്ന നമ്മളെ ഗതാഗത രീതികളും അതുപോലെ തന്നെ നമ്മൾ അതിനെങ്ങനെ ഏറ്റെടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പൊ ശരിക്കും ആ ഒരാളെ മാത്രം നമ്മൾ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ അവിടെ നിൽക്കുമ്പോ ഏകദേശം 150ഓളം ബൈക്ക് ആ അരമണിക്കൂർ ഞാൻ അവിടെ നിൽക്കുമ്പോ അതുവഴി അതേ രീതിയിൽ പോയിട്ടുണ്ട്. അപ്പോ മൊത്തം ആളുകൾ ചെയ്യുന്ന ഒരു സംഭവം മൂപ്പരും ഫോളോ ചെയ്തു. അയാൾ ആ സമയത്ത് അവർ തടുത്തിടുന്ന സമയത്ത് അയാൾ മുന്നിൽ വന്നതെന്ന് മാത്രമാണ്. അയാളെ മാത്രം കുറ്റമായിട്ട് ഒരിക്കലും പറയാനാവില്ല. നമ്മുടെ മൊത്തം സൊസൈറ്റിയാണ് ചേഞ്ച് ആവേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ സിഗ്നലൊക്കെ കറക്റ്റ് ആയിരുന്നോ? അവിടെ സിഗ്നൽ വരുമ്പോ എന്താ സംഭവം എന്ന് വെച്ചാല്, സിഗ്നൽ വരുമ്പോ ഫ്രീ ലെഫ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ നാട്ടിലില്ലല്ലോ. ആ ഫ്രീ ലെഫ്റ്റിന് വേണ്ടിയിട്ടാണ് ആളുകൾ ഈ ഫുട്പാത്തിലൂടെ പോകുന്നത്. ബൈക്കുകൾ ലെഫ്റ്റ് പോകുന്ന ബൈക്കുകളാണ് ഈ ഫുട്പാത്തിലൂടെ കയറിയിട്ട് പോകുന്നത്. അതായത് റൈറ്റ് പോകുന്ന ആൾക്കാരും സിഗ്നൽ വരുമ്പോ ലെഫ്റ്റിലേക്ക് വന്ന് നിൽക്കുന്നതുകൊണ്ട് ഫ്രീ ലെഫ്റ്റ് എപ്പോഴും എന്തായിരിക്കും, ഫ്രഷ് ആയിട്ട് കിടക്കും. അതുപോലെ തന്നെ ആ സമയത്ത് പോകാൻ പറ്റാത്ത ആളുകളാണ് ഇതുവഴി കയറി വരുന്നത്. പക്ഷെങ്കിൽ ചെറിയ കുട്ടികളും പിന്നെ പ്രായ ആൾക്കാരൊക്കെ പോകുന്ന ഫുട്പാത്ത് ആയതുകൊണ്ട് അത് ഭയങ്കര ഒരു അപകടമായിട്ട് എനിക്ക് തോന്നിയില്ല അന്നേരം.
ഓക്കെ ഓക്കെ. അവരെന്നോട് പറഞ്ഞൊരു സംഭവം ഉണ്ട്. എന്താന്ന് വെച്ചാല് അവര് ഒരുപാട് പ്രാവശ്യം ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പല സംഭവങ്ങളും പ്രതികരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഈ ഒരു അറ്റൻഷൻ കിട്ടിയില്ല. അപ്പൊ ഈ ഒരു അറ്റൻഷൻ നിങ്ങളെ വീഡിയോയിലോട്ട് കിട്ടിയതിൽ ഭയങ്കര സന്തോഷം, താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് കേട്ടപ്പോ ഭയങ്കരമായിട്ട് നമുക്കൊരു സന്തോഷം തോന്നി. ആ വീഡിയോന്റെ ലാസ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. കാരണം അമ്മ പോലും അറിയുന്നില്ല ഇങ്ങനെ വേറൊരാൾ. ഇല്ല അവരാദ്യം അറിയുന്നില്ല. ഞാൻ അവരെ സൂം ചെയ്ത് എടുക്കുകയാണ്. അപ്പൊ ലാസ്റ്റ് ഞാൻ അവരെ നോക്കിയെടുക്കുമ്പോ അവരെന്നെ കണ്ടപ്പോ ചിരിച്ച് ഒരു തംസപ്പ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നോ ആ ദിവസം തന്നെ? ഇല്ല, അന്ന് ഞാൻ അവരായിട്ട് ഒന്നും സംസാരിച്ചില്ല. ഞാൻ അത്ര വൈഡായിട്ടൊന്നും ചിന്തിച്ചില്ല. അവർ സ്റ്റോറി ഇടാന്നുള്ള രീതിയിൽ ജസ്റ്റ് എടുത്താണ്. അപ്പൊ പിന്നെ ആ വീഡിയോ എടുത്ത് ഇങ്ങനെ കണ്ടുനോക്കുമ്പോ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇത് ആളുകൾക്ക് എത്തിക്കേണ്ട ഒരു സംഭവമാണെന്നുള്ള തോന്നൽ വന്നപ്പോ അങ്ങനെ ഇന്നലെ പണിമുടക്കല്ലേ അങ്ങനെ എഡിറ്റ് ചെയ്ത് ഇട്ടതാണ്. എന്തായാലും ഇത്തരത്തിൽ അഫ്ലുവിന്റെ ക്യാമറ കണ്ണിലൂടെ പതിഞ്ഞ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതിതരംഗമായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഏകദേശം 26 മില്യണിലധികം ആളുകൾ ഈ വീഡിയോ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് വെച്ചാണ് ഇത്തരത്തിലും ഒരു സംഭവം ഉണ്ടാകുന്നത്. കോഴിക്കോട് എരഞ്ഞിപ്പാലം ജംഗ്ഷനിലെ തിരക്കിൽ നിന്ന് രക്ഷപ്പെട്ട സ്കൂട്ടർ ഫുട്പാത്തിലൂടെ ഓടിച്ചു കയറ്റിയിരുന്ന സാഹചര്യമായിരുന്നു. അവരെ ധൈര്യപൂർവ്വം തടഞ്ഞു നിർത്തി 72 വയസ്സുള്ള പ്രഭാവതി അമ്മ അവരോട് റോഡിലേക്ക് ഇറങ്ങിപ്പോകാൻ നിർദ്ദേശിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വീഡിയോ. നിയമലംഘനം ചോദ്യം ചെയ്യുന്ന ഇവരുടെ വീഡിയോ അഫ്ലു സ്റ്റോറീസ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ പുറത്തു വരുന്നു. നിമിഷങ്ങൾക്കുള്ളിലാണ് വൈറലായത്. എരഞ്ഞിപ്പാലത്തിന്റെ സിഗ്നലിന് സമീപത്ത് വച്ചാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. റോഡിൽ വലിയ തിരക്ക്, സാമാന്യം വലിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഫുട്പാത്തിലേക്ക് സ്കൂട്ടർ യാത്രക്കാരൊക്കെ വാഹനം കയറ്റി പോകുന്നത് കാണുകയായിരുന്നു. ഇത് കണ്ട പ്രഭാവതി അമ്മയാണ് ആ വണ്ടിക്ക് മുൻപിൽ തടസ്സമായി നിന്ന് ഇത് തെറ്റാണ് എന്ന് പ്രതികരിച്ചത്. സ്കൂട്ടർ യാത്രികൻ മുന്നോട്ട് പോകാൻ ശ്രമിച്ചുവെങ്കിലും കാല് വെച്ച് തടയുകയായിരുന്നു. മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുന്നു എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടായിരുന്നു അവരെ റോഡിലേക്ക് ഇറക്കിവിട്ടത്. കാൽനട യാത്രക്കാർക്കുള്ള ഫുട്പാത്തിൽ വണ്ടി കയറ്റാൻ സമ്മതിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും പ്രഭാവതി അമ്മ. വീഡിയോ വൈറലായതോടെ നിരവധി ആളുകൾ അവരെ കാണാൻ വേണ്ടി വന്നു. ഗതാഗത വകുപ്പ് മന്ത്രി അടക്കം ഫോണിലൂടെയൊക്കെ ബന്ധപ്പെട്ടു. അപ്പോഴൊക്കെ പറയുന്ന കാര്യം, നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങൾ അതിനെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടുന്നത്, അതിനെ എങ്ങനെയാണ് ആ നിയമലംഘനം നടത്തുന്നത് എന്നതിന്റെയൊക്കെ നേർചിത്രമുണ്ട്. ഇതിനൊക്കെ കൃത്യമായൊരു നടപടി എടുക്കേണ്ടതുണ്ട് എന്ന് KB ഗണേഷ് കുമാറിനോട് പോലും വളരെ ധൈര്യത്തോടെ പ്രതികരിക്കുകയാണ് പ്രഭാവതി അമ്മ. ഇനിയിപ്പോ ആ അമ്മയെക്കുറിച്ച് തിരയുന്ന സോഷ്യൽ മീഡിയ തന്നെയാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രഭാവതി അമ്മ എന്ന് പറയുന്നത് ചില്ലറക്കാരിയല്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതായത് കോഴിക്കോട് എരഞ്ഞിപ്പാലം കൊയ്യേരിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉള്ള ഒരു സൂപ്പർ അമ്മയാണ് ഇവർ എന്നാണ് സൂചന. അതായത് ജീവിതത്തിലുടനീളം പോരാട്ട വീര്യം ഒപ്പമുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് അവർ. മുൻപ് മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിരുന്നു. സാക്ഷരതാ ക്ലാസുകളടക്കം എടുക്കുന്ന ഒരു സ്ത്രീയായിരുന്നു എന്നുള്ളതാണ് വിവരം.